ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും മികച്ച നിക്ഷേപ ഇടങ്ങളിൽ ഏറ്റവും മുൻനിരയിലാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ഥാനം. എന്നാൽ പല ആളുകളും മ്യൂച്വൽ ഫണ്ടാണ് എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ചിലരാൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത് മറ്റൊരിടത്താണ്, മറ്റൊരു പ്രൊഡക്റ്റിലാണ്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് യുലീപ്പ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. യുലീപ്പ് ഒരു മ്യൂച്വൽ ഫണ്ട് അല്ല. എന്നാൽ പലപ്പോഴും ഡിസ്ട്രിബ്യൂട്ടർമാരും ബാങ്ക് ജീവനക്കാരും ഒക്കെ ഇതൊരു പ്രത്യേകതരം മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകളും യുലീപ്പുകളും തമ്മിൽ ഒരു സാദൃശ്യം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ രണ്ട് സ്കീമിലും നിക്ഷേപകരിൽ നിന്ന് സമാഹരിക്കുന്ന പണം ഇക്വിറ്റിയിലും ഡെപ്റ്റിലും ഹൈബ്രിഡിലും ഒക്കെ ആയിട്ട് നിക്ഷേപിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കമ്പനികളുടെ ഷെയറുകളിലും ഡിബഞ്ചറുകളിലും സർക്കാർ ബോണ്ടുകളിലും മറ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലും ഒക്കെ ആയിട്ട് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് യുലീപ്പുകളും മ്യൂച്വൽ ഫണ്ടും വ്യത്യസ്ത പ്രൊഡക്റ്റുകളാണ്. മ്യൂച്വൽ ഫണ്ടുകൾ പക്ക ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്യിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരിടം. ഇനി അടിസ്ഥാനപരമായി യുലീപ്പുകൾ ഇൻഷുറൻസ് സ്കീമാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരുപാട് സ്വഭാവ സവിശേഷതകൾ കൂടി ഇതിലേക്ക് സമന്വയിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിനൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റി കൂടി കൊടുക്കുന്ന ഒരു സ്കീമാണ് യുലീപ്പ്. ഇനി ഒരുപാട് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് യുലീപ്പുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒരേ തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആണ് എന്നാണ്. ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. യുലീപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയാണ്. അവ IRDAIയുടെ നിയന്ത്രണത്തിൽ ഉള്ള സ്ഥാപനങ്ങളാണ്. ഇനി മ്യൂച്വൽ ഫണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളാണ്. AMCകൾ എന്ന ചുരുക്കപ്പേരിലാണ് ഇവ അറിയപ്പെടുക. ഇവയെ നിയന്ത്രിക്കുന്നത് സെബി ആണ്. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു വലിയ സ്ഥാപനമായ HDFCയുടെ ചില ഉപസ്ഥാപനങ്ങളെ പരിചയപ്പെടാം. ഒന്ന് HDFC ബാങ്ക് ആണ്. ഇത് റിസർവ് ബാങ്കിന്റെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള HDFC ബാങ്ക്. ഇനി മറ്റൊരു സ്ഥാപനമാണ് HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇത് IRDAIയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലാണ് ഈ യുലീപ്പ് പോലെയുള്ള ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ഉള്ളത്. ഇനി മറ്റൊരു സ്ഥാപനമാണ് HDFC മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഇത് സെബിയുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ഇവരാണ് മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്നത്. ഇനി SBIയുടെ കേസിൽ പറഞ്ഞാൽ SBI ഉണ്ട്, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ ബാങ്ക്. അതുപോലെ SBI ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, IRDAIയുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, സെബിയുടെ കൺട്രോളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് ആണ്. എന്നാൽ യുലീപ്പ് എന്നത് ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രത്യേകതരം പ്രൊഡക്റ്റ് ആണ്. ഇനി നമുക്ക് ഇവയെ അടിസ്ഥാനപരമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് ഏതാണ് കൂടുതൽ മികച്ചത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ചാർജുകളെ പറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഒടുക്കേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാർജുകൾ എന്തൊക്കെയാണ്? മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ രണ്ട് തരത്തിലുള്ള ചാർജുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് എക്സ്പെൻസസ് റേഷ്യോ, രണ്ട് എക്സിറ്റ് ലോഡ്. എക്സ്പെൻസസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജറും അദ്ദേഹത്തിന്റെ ടീമുമാണ്. അവർക്ക് ഒരുപാട് ചെലവുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കണം. ഇനി അവരുടെ ഓഫീസ് പ്രവർത്തിക്കണം. ഓഫീസിലെ ചെലവുകളുണ്ട്, ബിൽഡിങ്ങിന്റെ വാടകയുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്. അങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ആ AMCക്ക് ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ എക്സ്പെൻസുകൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ഈടാക്കും. അതിനെ പറയുന്ന പേരാണ് എക്സ്പെൻസസ് റേഷ്യോ. പൊതുവെ 1% മുതൽ 2.5% വരെയൊക്കെയാണ് എക്സ്പെൻസസ് റേഷ്യോ കാണപ്പെടുന്നത്. ഇനി എക്സിറ്റ് ലോഡ് എന്ന സംഗതി, അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ട് 1 വർഷത്തിന് മുൻപ് അത് പിൻവലിക്കുകയാണ് എങ്കിൽ നമ്മുടെ നിക്ഷേപത്തിന്റെ 1% എക്സിറ്റ് ലോഡ് എന്ന പേരിൽ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനി അങ്ങോട്ട് പിടിക്കും. ഇതൊരു എക്സ്പെൻസ് ആണ്. ശ്രദ്ധിക്കുക, 1 ഇയറിന് മുമ്പ് പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. ഇനി യുലീപ്പിന്റെ കേസിൽ വ്യത്യസ്തങ്ങളായ നിരവധി എക്സ്പെൻസുകളാണ് ചാർജ് ചെയ്യപ്പെടുന്നത്.
പ്രീമിയം അലോക്കേഷൻ ചാർജ് എന്ന പേരിൽ 4% മുതൽ 5% വരെ ചാർജ് ചെയ്യുന്നു. ഫണ്ട് മാനേജ്മെന്റ് ചാർജ് എന്ന പേരിൽ 2% വരെ ചാർജ് ചെയ്യപ്പെടുന്നു. പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് ആയിട്ട് 1000 രൂപ മുതൽ 2000 രൂപ വരെ ഒരു വർഷം ചാർജ് ചെയ്യപ്പെടുന്നു. ആദ്യത്തെ 4 വർഷങ്ങളിൽ ഈ പരിപാടി ഉണ്ടായിരിക്കും. ഇതിന് പുറമെ മോർട്ടാലിറ്റി ചാർജസ്, സറണ്ടർ ചാർജസ്, വിഡ്രോവൽ ചാർജസ്, പാർഷ്യൽ വിഡ്രോവൽ ചാർജസ്, ഡിസ്കണ്ടിന്യൂ ചാർജസ്, അങ്ങനെ നിരവധി ചാർജുകളാണ് യുലീപ്പിന്റെ കേസിൽ ഇൻവെസ്റ്റേഴ്സിന്റെ മേൽ ചാർജ് ചെയ്യപ്പെടുന്നത്. ഈ എക്സ്പെൻസുകൾ ചാർജ് ചെയ്യുന്ന രീതിക്കും ഒരു വ്യത്യാസമുണ്ട്. യുലീപ്പിന്റെ കേസിൽ ഈ എക്സ്പെൻസുകൾ ഇൻവെസ്റ്റേഴ്സിന്റെ മേൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവെസ്റ്റേഴ്സിന് നിലവിൽ അനുവദിച്ചിരിക്കുന്ന യൂണിറ്റുകൾ കട്ട് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രിൻസിപ്പാൾ എമൗണ്ടിൽ നിന്ന് തന്നെ ഈ ഒരു ചാർജുകൾ കമ്പനി ഈടാക്കും. എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ ഒരിക്കലും ഒരു ചാർജിനും വേണ്ടിയിട്ട് അലോട്ട് ചെയ്ത യൂണിറ്റുകൾ റെഡീം ചെയ്യാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. യൂണിറ്റുകൾ കട്ട് ചെയ്യുന്ന കേസിൽ അത് നമ്മുടെ നിക്ഷേപത്തിന്റെ വളർച്ചയെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. അത് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത റിട്ടേൺ ആണല്ലോ. നമ്മളിവിടെ 5 വർഷത്തിനപ്പുറത്തേക്ക് നിക്ഷേപം ഹോൾഡ് ചെയ്യുമ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള റിട്ടേൺ ആണ് പരിഗണിക്കുക. യുലീപ്പിന്റെ കേസിൽ 8% മുതൽ 10% വരെയുള്ള പ്രതിവർഷ റിട്ടേൺ പ്രതീക്ഷിക്കാം. എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ 12% മുതൽ 15% വരെ റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ 2 കേസിലും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ഇല്ല. ഇനി മൂന്നാമത്തെ സംഗതിയാണ് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? നമ്മുടെ നിക്ഷേപങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് വളരെ മികച്ച ലിക്വിഡിറ്റി ആണ് ഉള്ളത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാം. എന്നാൽ നിക്ഷേപം നടത്തി 1 വർഷത്തിന് മുമ്പ് പിൻവലിച്ചാൽ 1% എക്സിറ്റ് ലോഡ് എന്ന പേരിൽ ചാർജ് ചെയ്യപ്പെടും. യാതൊരുവിധ ലോക്കിൻ പീരീഡും നോർമൽ കേസിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇല്ല. എന്നാൽ ഒരു പ്രത്യേകതരം മ്യൂച്വൽ ഫണ്ട് സ്കീമായ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, അതായത് ELSS എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഫണ്ടുകൾക്ക് 3 വർഷം വരെയുള്ള ലോക്കിൻ പീരീഡ് ഉണ്ട്. എന്നാൽ യുലീപ്പിന്റെ കേസിൽ മിക്ക സ്കീമിലും 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. 5 വർഷത്തിന് മുമ്പ് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ ചാർജുകളാണ് നമ്മുടെ മേൽ ഈടാക്കുക. നമ്മുടെ ആനുകൂല്യങ്ങൾ മിക്കതും കട്ട് ചെയ്യപ്പെടുന്നു. ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് തന്നെ ഒരു മണ്ടത്തരമായി പോയി എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്ന രീതിയിലാണ് ഈ 5 കൊല്ലത്തിന് മുമ്പ് യുലീപ്പ് പിൻവലിച്ചാലത്തെ അവസ്ഥ. ഇനി ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. യുലീപ്പിന്റെ കേസിൽ 1 വർഷം നടത്തുന്ന 1.5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 80C പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി മ്യൂച്വൽ ഫണ്ടിന്റെ കേസിൽ നോർമലി ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല. എന്നാൽ ELSS എന്ന കാറ്റഗറിയിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ വർഷം 1.5 ലക്ഷം രൂപ വരെ നമുക്ക് 80C പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കും. ഇനി റിട്ടേണിന് മേൽ എത്രത്തോളം ടാക്സ് ഉണ്ട് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ റിട്ടേണിന് മേൽ, പ്രോഫിറ്റിന് മേൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ യുലീപ്പിന്റെ കേസിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. വർഷം 2.5 ലക്ഷം രൂപ പ്രീമിയം അടയ്ക്കേണ്ട യുലീപ്പുകളുടെ കേസിൽ റിട്ടേണിന് മേൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നില്ല. എന്നാൽ 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രീമിയം വരുന്ന യുലീപ്പിന്റെ കേസിൽ മ്യൂച്വൽ ഫണ്ടിലേതുപോലെ തന്നെ റിട്ടേണിന് മേൽ ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. ചുരുക്കത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: യുലീപ്പ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല. നമ്മൾ ഇവിടെ നടത്തിയ കമ്പാരിസണിൽ ഇൻകം ടാക്സിന്റെ കേസിൽ മാത്രമാണ് അല്പം മേൽക്കൈ യുലീപ്പിന് ഉള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും മേൽക്കൈ ഉള്ളത് മ്യൂച്വൽ ഫണ്ടിനാണ്. ഒരു ഇൻവെസ്റ്റർക്ക് ഏറ്റവും യോജിച്ചത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ തന്നെയാണ്. ഇനി ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റും ഇൻഷുറൻസും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. നിക്ഷേപങ്ങൾക്ക് വേണ്ടി, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യുക. ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.